അപ്പം നമ്മൾ വിചാരിക്കുന്നതന്നെ അറിയോ, അയ്യോ ഞാനിന്നങ്ങ് ഒത്തിരി അധികം അങ്ങ് കരഞ്ഞു കേട്ടോ പാസ്റ്റർ, അതെല്ലാം പറഞ്ഞപ്പോൾ എനിക്കങ്ങ് കരയാൻ തോന്നി, ഞാനങ്ങ് ഒത്തിരി കരഞ്ഞു. അപ്പം നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ എവിടെയാണെന്നറിയോ? കരഞ്ഞു എന്നുള്ളതാണ്. പക്ഷെ തിരിച്ചിറങ്ങി പോകുമ്പോൾ ആ സ്വഭാവം എല്ലാം, ആ വേദനയോടെ കരഞ്ഞ വിഷയത്തിനകത്തുള്ള സ്വഭാവം എല്ലാം കളഞ്ഞിട്ടുണ്ടോ? റോമാലേഖനം 1-29 വാക്യം പെട്ടെന്ന്. അവർ സകല അനീതിയും ദുഷ്ടതയും അത്യാഗ്രഹവും ദുർബുദ്ധിയും നിറഞ്ഞവർ, അസൂയ, കൊല, പിണക്കം, കപടം, ദുശീലം എന്നിവ തിങ്ങിയവർ, കുരുളക്കാർ, ഏഷണിക്കാർ, ദൈവദോഷികൾ, നിഷ്ഠൂരന്മാർ, ഗർവിഷ്ഠന്മാർ, ആത്മപ്രശംസക്കാർ, പുതുദോഷം സങ്കല്പിക്കുന്നവർ, മാതാപിതാക്കന്മാർ അനുസരിക്കാത്തവർ, ബുദ്ധിഹീനർ, നിയമലംഘികൾ, വാത്സല്യമില്ലാത്തവർ, കനിവറ്റവർ, ഈ വക പ്രവർത്തിക്കുന്നവർ മരണയോഗ്യർ എന്നുള്ള ദൈവന്യായം അവർ അറിഞ്ഞിട്ടും. അവരാരാണ്? ഈ വക പ്രവർത്തിക്കുന്നവർ മരണയോഗ്യർ എന്നുള്ള ദൈവന്യായം അവരറിഞ്ഞിട്ടും അവയെ പ്രവർത്തിക്കുക മാത്രമല്ല, അവയെ പ്രവർത്തിക്കുന്നവരിൽ പ്രസാദിക്കുകയും ചെയ്യുന്നു. ചിലര് പറയും, പാസ്റ്ററെ എനിക്ക് ഈ നുണ പറയുന്നൊന്നും അത്ര ഇഷ്ടമുള്ള കാര്യമൊന്നുമല്ല. ഭയങ്കര ഡീസൻ്റാണ് അവർ. പക്ഷേ ആരെങ്കിലും നുണ പറയാൻ വന്നാൽ അവർക്ക് സീറ്റ് ഇട്ട് കൊടുക്കും. കേൾക്കാൻ ഭയങ്കര സുഖം അവർക്ക്. അവരെല്ലാം ചാല് ഒരുക്കി കൊടുക്കും. അപ്പൊ അവരുടെ ചിന്ത എന്തായാലും അറിയാം, ഞാൻ എന്തായാലും പറഞ്ഞില്ല, ഹാവൂ ഞാൻ രക്ഷപ്പെട്ടു, ഞാൻ സ്വർഗത്തിൽ പോകും. പക്ഷെ പ്രശ്നം എവിടെയാണ്? പറഞ്ഞത് മാത്രമല്ല, അവയെ പ്രവർത്തിക്കുക മാത്രമല്ല, പ്രവർത്തിക്കുന്നവരിൽ സപ്പോർട്ട് ചെയ്തില്ലേ? അപ്പോൾ രണ്ടുപേരും ഒരുപോലെ കുഴി പോകത്തില്ലേ? സ്തോത്രം. നിർത്തിക്കൂടെ ആ പണിയൊക്കെ? ഈ വക പ്രവർത്തിക്കുന്നവർ മരണയോഗ്യർ. ഇതൊന്നും ഞാൻ പറഞ്ഞതല്ലേ, നിങ്ങൾ ബൈബിളിൽ നിന്നല്ലേ വായിച്ചത്. നിങ്ങൾ എന്നെ പേടിപ്പിക്കാൻ വേണ്ടി നോക്കണ്ട കേട്ടോ പ്രിയരെ. എന്റേതല്ല, പരിശുദ്ധാത്മാവിൻ്റെതാ കേട്ടോ, ദൈവത്തിന്റെ ആത്മാവാണ്. നമ്മോട് സംസാരിക്കുന്നു. ഈ വക പ്രവർത്തിക്കുന്നവർ മരണയോഗ്യർ എന്നുള്ള ദൈവന്യായം അവരറിഞ്ഞിട്ടും അവയെ പ്രവർത്തിക്കുക മാത്രമല്ല, അവയെ പ്രവർത്തിക്കുന്നവരിൽ പ്രസാദിക്കുന്നു. നീ ചെയ്തോ എന്നുള്ളതല്ല, ചെയ്യുന്നവർക്ക് സപ്പോർട്ടുണ്ടോ എന്നാലും കുഴയും.